ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് വിളിച്ച ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വചനം കേട്ട് തൃപ്തരായി ഈശോയുടെ കാലഘട്ടത്തിൽ എത്രയോ പേര് ഈശോയോട് കൂടെ തിങ്ങി നിറഞ്ഞു നിന്നു. ഈശോ വചനം പ്രഘോഷിക്കുമ്പോൾ ജനം ധാരാളം പേര് ഈശോയുടെ ചുറ്റും പരസ്പരം ചവിട്ടേൽക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ ആ ഒരു രീതിയിൽ തടിച്ചുകൂടിയിരുന്നു. നമുക്കിപ്പോൾ ഈശോ ദൈവവചനം നമ്മളായിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് തരുന്നത് ഇത്രമാത്രം സ്നേഹത്തോടെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നി ജീവിക്കുവാൻ ഈശോ നമ്മളെ വിളിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനമനുസരിച്ച് നമ്മുടെ ജീവിതം നവീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച്, ഈശോയെ, ഈ വചനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തരുന്ന അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് പ്രതിനന്ദിയായി, പ്രതിസ്നേഹമായി ഈ വചനങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ പേരിന് കാരണമായിരിക്കുന്ന വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തടസ്സങ്ങളെയും ഡിസ്ട്രാക്ഷൻസിനെയും അങ്ങ് എടുത്തു മാറ്റി നിങ്ങൾ സഹായിച്ച് ഈ വചനത്തിൻ്റെ സമയം പൂർണ്ണമായും ഏകാഗ്രതയോടെ ഇരുന്ന് വചനം കേൾക്കാൻ, വചനം അനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരാൻ, പരിശുദ്ധാത്മാവിനെ ജീവിതം ഏൽപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴേ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് മോശയും ദൈവവുമായിട്ടുള്ള യാഹ്വേയുമായിട്ടുള്ള ആ ഒരു ബന്ധം എത്രമാത്രം സ്നേഹം നിറഞ്ഞ ഊഷ്മളമായ ഒരു ബന്ധമായിരുന്നു എന്ന് അത് പലയിടങ്ങളിലൂടെ നമ്മളത് വായിച്ച് 33-ാമത്തെ അധ്യായത്തിൽ മാത്രമല്ല, പുറപ്പാടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഈ മോശയും ദൈവവും, സ്രഷ്ടാവായ ദൈവം, കർത്താവായ ദൈവവും വളരെ അടുത്ത് സംസാരിക്കും. വളരെ തീക്ഷ്ണമായി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാദപ്രതിവാദം നടത്തും. ചില സമയത്ത് ദൈവം പറയും, ഞാനിവരെ നശിപ്പിച്ച് കളയും. അപ്പോൾ മോശ പറയും, കർത്താവേ, അത് ചെയ്യരുതേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കാൽക്കൽ വീണ് കിടക്കും. ചിലപ്പോൾ മോശ തന്നെ ദേഷ്യം വന്നിട്ട് ആ കൽപ്പലകളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് അവിടെ ആ വിഗ്രഹത്തെ എല്ലാം കത്തിച്ച് ചാമ്പലാക്കി. അപ്പോൾ ദൈവം വന്ന് പറഞ്ഞു, കൂൾ ഡൗൺ, നീ ഇത്രയും ടെൻഷൻ അടിക്കണ്ട, ഈ ജനത്തോട് നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞാലേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ രണ്ടുപേരും തമ്മിലൊരു പ്രത്യേക സൗഹൃദം നമ്മൾ കാണുന്നുണ്ട്. ഈ സൗഹൃദത്തിൻ്റെ സുന്ദരമായ ഒരു ഭാഗമാണ് നമ്മൾ പുറപ്പാട് 33 കാണുന്നത്. അവിടെ 33:11 പറയുകയാണ്, സ്നേഹിതനോടെന്നതുപോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു. സ്നേഹിതനോട്, കൂട്ടുകാരനോട് വർത്തമാനം പറയുന്നത് പോലെയാണ് കർത്താവായ ദൈവം മോശയോട് സംസാരിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ആ സംഭവം ഒന്ന് വായിച്ചാൽ, സമാഗമ കൂടാരത്തിലേക്ക് പോകുന്ന മോശയും, സമാഗമ കൂടാരം എന്ന് പറഞ്ഞാൽ മോശയും ദൈവവും സമാഗമിച്ചുകൊണ്ടിരുന്ന, ഒരുമിച്ച് വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് സമാഗമ കൂടാരം. അതായത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ കൂടാരങ്ങളിലാണ് അവർ വസിച്ചിരുന്നത്. നമുക്കറിയാം, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് കാനാൻ ദേശത്ത് എത്തുന്നിടം വരെ അവർക്കൊരു വീട് പണിയാനോ അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. അവരെപ്പോഴും കൂടാരത്തിൽ വസിച്ചു. കൂടാരത്തിൻ്റെ ടാർപ്പായും കാര്യങ്ങളുമൊക്കെ അവർ വഹിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഒരു പുതിയ സ്ഥലത്തെത്തുമ്പോൾ അവിടെ കൂടാരം അടിച്ച് അവിടെ താമസിച്ചു. ഇങ്ങനെ അവർ ലക്ഷക്കണക്കിന് ജനത ഇങ്ങനെ കൂടാരമടിച്ച് താമസിക്കുന്നതിൻ്റെ നടുവിൽ ഒരു ഭാഗത്ത് ഒരു കൂടാരം ദൈവത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. അതായിരുന്നു സമാഗമ കൂടാരം. അവിടെയാണ് മോശ ദൈവവുമായിട്ട് സംസാരിക്കുവാനും, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകുന്നത് പോലെ, അവിടെ ആരാധനയ്ക്ക് പള്ളിയിൽ പോകുന്നത് പോലെ, മോശ ദിവസത്തിൻ്റെ ചില സമയങ്ങളിൽ ദൈവവുമായിട്ടുള്ള ഒരു ആഴപ്പെട്ട ബന്ധത്തിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, ചിലവഴിച്ചുകൊണ്ടിരുന്നത് ഈ സമാഗമ കൂടാരത്തിലായിരുന്നു. ഈ സമാഗമ കൂടാരത്തിലേക്ക് മോശ പോകുമ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്നറിയാമോ? 9-ാമത്തെ തിരുവചനം പറയുകയാണ്, 33:9 പുറപ്പാട്. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും. ഈ മേഘസ്തംഭം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മോശ എപ്പോഴെല്ലാം ഈ കൂടാരത്തിലേക്ക് ചെല്ലുന്നുവോ അപ്പോഴെല്ലാം മേഘസ്തംഭം ഇറങ്ങി വരും. ആ മേഘസ്തംഭം ഇറങ്ങി വരുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. എന്നിട്ട് ദൈവം മോശയോട് സംസാരിക്കും. സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ മോശ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ
മോശയുടെ ആ വരവിനെ ബഹുമാനിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. മോശയ്ക്ക് എന്നാൽ പിച്ചരാരെ ഈശോയോട് വർത്തമാനം പറഞ്ഞേക്കാം, ഇത്തിരി നേരം പ്രാർത്ഥിച്ചേക്കാം എന്ന് തോന്നുമ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് വെറുതെ അങ്ങ് പ്രാർത്ഥിക്കുമല്ല, പോയി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് അവർ തമ്മാമിൽ വർത്തമാനം പറയണം. ആ തമ്മാമിൽ സംസാരിക്കുകയാണ്. സത്യത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ ഒരു ബന്ധമാണ്. ആധ്യാത്മികത എപ്പോഴും ദൈവവുമായിട്ടുള്ള സൗഹൃദപരമായ ഒരു ബന്ധമാണ്, ഒരു സൗഹാർദ്ദമാണ്. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗാഡ്. Spirituality is always a friendship with God. Prayer is a friendly conversation with God. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് തരുന്ന വലിയൊരു ബോധ്യമുണ്ട്. ഈ മോശ എന്താണ് ചെയ്തത്? മോശ ദൈവത്തിൻ്റെ അടുത്തേക്ക് വലിയ ദാഹത്തോടെ, വലിയ ഇഷ്ടത്തോടെ ഇറങ്ങിച്ചെല്ലുക. ദൈവം അത് കണ്ടിട്ട് വിലക്കെടുക്കുകയാണ്. നമ്മളുടെ ഈശോയോടുള്ള സ്നേഹം, നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ള തീക്ഷ്ണത, ആഗ്രഹം, ഇത് കണ്ടിട്ട് ദൈവം എന്ത് ചെയ്യുക, ഈശോ എന്ത് ചെയ്യുക, ഈശോ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഒരു സൗഹൃദം സ്ഥാപിക്കുകയാണ്. ഈ കൂട്ടാണ് യഥാർത്ഥ ആധ്യാത്മികത. നമ്മൾ വിചാരിക്കും കുറേ പ്രാർത്ഥിക്കുന്നു, കുറേ ജവാലി ചൊല്ലുന്നു, കുറേ പരിത്യാഗം ചെയ്യുന്നു, അങ്ങനെ എന്താ പറയുക, കുറേ നൊവേനകളിൽ പങ്കെടുക്കുന്നു, ഒക്കെ വേണം. പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ദൈവവുമായിട്ടുള്ള ഈ സൗഹൃദമാണ്, ഈ കൂട്ടാണ്. ഈ കൂട്ടിനെയാണ് നമ്മൾ എന്നും ഊട്ടി ഉറപ്പിക്കേണ്ടത്. നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് എപ്പോഴും ഈശോയുമായിട്ടുള്ള ഈ കൂട്ടായിരിക്കണം, ഈ ബന്ധമായിരിക്കണം. നിങ്ങൾ നോക്കിക്കേ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ പലയിടങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ വത്സല ശിഷ്യൻ, അവൻ്റെ പ്രിയ ശിഷ്യൻ, യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ, യേശുവിൻ്റെ വത്സല ശിഷ്യൻ. എന്താ അത്? യേശുവും യോഹന്നാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. യോഹന്നാനാണ് യേശുവിൻ്റെ വത്സല ശിഷ്യൻ എന്ന് യോഹന്നാൻ തന്നെ പറയുക. അപ്പോൾ ഇവിടെ ഒരു ആധ്യാത്മികതയുടെ ആഴപ്പെട്ട ഒരു ബന്ധമുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ ഭയങ്കരമായ ഒരു ഒഴുക്കുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിയ ശിഷ്യനായി തീരുക, പ്രിയ ശിഷ്യയായി തീരുക, ഇതാണ് സത്യത്തിൽ ആധ്യാത്മികത അഥവാ പ്രാർത്ഥനയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇവിടെ മോശ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ 17-ന്റെ 1-2 തിരുവചനങ്ങൾ, ഉൽപ്പത്തി 17-1 ഇങ്ങനെ പറയുകയാണ്. അതായത് നമ്മളതിനെ ഒന്ന് അപഗ്രഥിച്ചാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുക. അബ്രാഹം, അന്ന് അബ്രാം എന്ന പേര് ഉള്ള സമയത്ത് ആദ്യത്തെ പേര് അതായിരുന്നു. അബ്രാം ദൈവത്തെ കണ്ടുമുട്ടുകയാണ് 12-ാമത്തെ അധ്യായത്തിൽ. അവിടെ അബ്രാമിനോട് ദൈവം പറയുകയാണ്, നീ നിൻ്റെ വീട് ഉപേക്ഷിച്ച്, നിൻ്റെ ബന്ധുക്കളെ ഉപേക്ഷിച്ച്, നിൻ്റെ സ്വത്ത് ഉപേക്ഷിച്ച് ഞാൻ കാണിക്കുന്നിടത്തേക്ക് വരണം. അങ്ങനെയാണ് അബ്രാം അങ്ങനെ ഒരു പുതിയ ദേശത്തേക്ക് ചെല്ലുന്നത്. അത് കുറേ കാലങ്ങളുടെ യാത്രയാണ്. പുതിയ ദേശത്ത് ചെന്നിട്ട് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനമാണ്, നിനക്ക് ഞാൻ മക്കളെ തരും, ആ മക്കളിൽ നിന്ന് വലിയ ഒരു ജനസമൂഹം ഉണ്ടാകും. ഈ വലിയ ഒരു വാഗ്ദാനം നിൽക്കുമ്പോഴും അബ്രാഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാവുമായിരിക്കും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. പക്ഷേ ഈ ഒരു വാഗ്ദാനം നിറവേറും നമ്മൾ കാണുന്നില്ല. അവസാനം 17-ാമത്തെ അധ്യായം, നിങ്ങൾ ആ ഒരു 12 മുതലുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഈ കർത്താവായ ദൈവം അബ്രാഹത്തിന് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഈ 17-ാമത്തെ അതെല്ലാം അങ്ങനെ ഒന്ന് എണ്ണി നോക്കി. അതിനകത്ത് 17-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രാഹത്തിന് അല്ലെങ്കിൽ അബ്രാമിന് 5-ാമത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതിന് മുമ്പ് 4 പ്രത്യക്ഷപ്പെടലുകൾ കഴിഞ്ഞു. ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളും ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഉൽപ്പത്തി 17-ലെത്തിയപ്പോൾ അബ്രാമിന് 99 വയസ്സായി, ഏകദേശം 40 വർഷത്തോളം ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആദ്യത്തെ കണ്ടുമുട്ടൽ കഴിഞ്ഞിട്ട് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. 2 കാര്യങ്ങളാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ എന്താ? വീട് ഉപേക്ഷിക്കണം, വീട്ടുകാരെ ഉപേക്ഷിക്കണം, എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് വരണം. അബ്രാഹാം അതുപോലൊക്കെ തന്നെ ചെയ്തു. എന്നിട്ട് അബ്രാഹത്തെ ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലത്ത് അബ്രാഹാം എത്തി. അവിടെ എത്തി വീണ്ടും അടങ്ങനെ ജീവിക്കുന്ന സമയത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് 2 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, എന്നാൽ എന്നോട് സൗഹൃദം സ്ഥാപിക്കുക, എപ്പോഴും എന്നോട് ചോദ്യം പറച്ചിലും കൊണ്ട് നടക്കുക. എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതായത് പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, ഒരു വശം. 2-ാമത്തെ വശം, ദൈവവുമായി കർത്താവുമായി ഭയങ്കരമായൊരു സ്നേഹബന്ധത്തിലേക്ക് വരിക, എൻ്റെ കൂടെ ആയിരിക്കുക, എൻ്റെ മുൻപിലായിരിക്കുക. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ ഈശോ അവരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണ്,
തൻ്റെ കൂടെ ആയിരിക്കുവാനും. അത് സമാന്തര സുവിശേഷങ്ങൾ, ആദ്യത്തെ 3 സുവിശേഷങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു സമാന്തര സുവിശേഷത്തിൽ നിന്ന് നമുക്കതെടുത്ത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ പറയുകയാണ്, തൻ്റെ കൂടെ ആയിരിക്കുന്നതിനും പിന്നെ വചനം പ്രസംഗിക്കുന്നതിന്, രോഗികളെ സുഖപ്പെടുത്തുന്നതിന്, പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുക്കുന്നതിന് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പം തൻ്റെ മുൻപിൽ, തൻ്റെ കൂടെ ആയിരിക്കുന്നതിന്, ഈശോയോടുള്ള ഒരു സൗഹൃദ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈശോ ആ അപ്പോസ്തലന്മാരെ വിളിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നത് കാണുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ. അവിടെ 14:32 മുതലാണ് നമ്മൾ ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം കാണുക. വിശുദ്ധ മർക്കോസ് 14:37. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? 1 മണിക്കൂർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലേ എന്നല്ല ചോദിച്ചത്. 1 മണിക്കൂർ എനിക്ക് ആശ്വാസം ഉണ്ടാകാൻ വേണ്ടി പിതാവായ ദൈവത്തോട് നിലവിളിക്കാൻ പറ്റിയില്ലേ എന്നല്ല ചോദിച്ചത്. ഞാൻ വേദന അനുഭവിക്കുമ്പോൾ നിനക്കൊന്ന് ഉണർന്നിരിക്കാൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വേദനയുടെ കൂടെ ഒരംശം, അല്ലെങ്കിൽ ഈശോ പാവം അവിടെ കിടന്ന് എൻ്റെ ഗുരു വിഷമിക്കുകയാണല്ലോ എന്ന് ആ ഒരു സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു 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 കരുണയുടെ അല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയുടെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റിയില്ലേ? അപ്പോൾ ഈശോ നോക്കി അവിടെ ആഗ്രഹിക്കുന്നത് ഒരു ക്ലോസ്നെസ്സാണ്, ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഒരു ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി, ആഴപ്പെട്ട സൗഹൃദം. ദൈവികത അല്ലെങ്കിൽ ആധ്യാത്മികത അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത് ഈ ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി വിത്ത് ഗാഡ്. സോ ഗാഡ് ഓൾവേസ് വാണ്ട് us to be intimately relating to him. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഈ ഇൻറ്റിമസി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പലപ്പോഴും കുറേ പ്രാർത്ഥനകൾ ചെല്ലുന്നു, പക്ഷേ ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നില്ല. കുറേ പ്രാർത്ഥനകൾ ചെല്ലുന്നു, ഒന്നിലൊരു തൃപ്തി വരുന്നില്ല. കാരണം എന്താ? നമുക്ക് ആ ഇൻറ്റിമസി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഇൻറ്റിമസി നമുക്ക് വേണ്ടത്ര നമ്മളിലേക്ക് ആഴപ്പെടാത്തത് കൊണ്ടാണ്. ഈശോയുടെ ശിഷ്യന്മാരെ നമ്മൾ നോക്കിയാലേ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പലതരത്തിലുള്ള ലെയേഴ്സ്, പലതരത്തിലുള്ള ഒരു അടുപ്പങ്ങൾ ഈശോയുമായിട്ടുണ്ടായിരുന്നതാണ്. പല ഘട്ടങ്ങളാണ് ഈ ശിഷ്യന്മാർ. അതായത് ഒരു 72 പേരുടെ ഒരു സമൂഹം, അതിനുശേഷം 12 പേര്, ആ 12 പേരിൽ വീണ്ടും ഒരു 4 പേര്, വിശുദ്ധ യാക്കോബ്, വിശുദ്ധ അന്ത്രയോസ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ പത്രോസ്. ഇനി അതിലും വീണ്ടും നമ്മൾ കാണുന്ന ഒരു 3 പേരുണ്ട്. അതായത് ആ രൂപാന്തരപ്പെടുന്ന സമയത്ത് അന്ത്രയോസ് കൂട്ടത്തിലില്ല, ബാക്കി 3 പേരുണ്ട്. വിശുദ്ധ യാക്കോബ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ പത്രോസ്. ആ ഒരു പെൺകുട്ടിയെ ഉയർപ്പിക്കാൻ വേണ്ടി ഈശോ പോകുന്ന സമയത്ത് ഈ 3 പേരെയാണ് ഈശോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, 4-ൽ നിന്ന് വീണ്ടും കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു 3 പേര്. അതിനുശേഷം വീണ്ടും നമ്മൾ കാണുകയാണ് ഒരാൾ, അതാണ് യോഹന്നാൻ. ആ യോഹന്നാനാണ് വഷസ്സിൽ ചാരി കിടക്കുന്നത്. യോഹന്നാനാണ് കർത്താവുമായിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആരാണ് ഈ കൈമുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന, പാത്രത്തിൽ കൈമുക്കുന്നതെന്നൊക്കെ വിശുദ്ധ യോഹന്നാനോട് ചോദിക്കാൻ പത്രോസ് പ്രേരിപ്പിക്കുക. പത്രോസ് 3 പേരിലൊന്നാണ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ക്രൂഷ്യൽ സമയങ്ങളിൽ യോഹന്നാനാണ് ഇടപെടുന്നത് നമ്മൾ കാണാം, അല്ലെങ്കിൽ യോഹന്നാനെ കൊണ്ട് അവർ ചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ക്ലോസ് ആണ് ഈശോയുമായിട്ട് വിശുദ്ധ യോഹന്നാൻ. അപ്പോൾ ഈ ഒരു ആധ്യാത്മികത, ഈ ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ, ഇൻറ്റിമസിയുടെ ഒരു ആധ്യാത്മികത, അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു ശിഷ്യത്വമാണ് ഓരോ ക്രിസ്ത്യാനിയിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഈശോയുമായിട്ട് ജനത്തിനുണ്ട്. അത് ഈ പറയുന്ന 72, 12, 4, 3 ഒക്കെ വരെ എത്താം. പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനി ആ ഒരു ശിഷ്യൻ്റെ, പ്രിയ ശിഷ്യൻ്റെ, വിശുദ്ധ യോഹന്നാൻ്റെ സൗഹൃദത്തിലേക്ക്, ആ യോഹന്നാനും ഈശോയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആ ഒരു ആഴത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അബ്രാഹത്തിനോടാണെങ്കിലും അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാനോട് നേരിട്ട് അങ്ങനെ പറയുന്നില്ലെങ്കിലും വിശുദ്ധ യോഹന്നാൻ കൊടുക്കുന്ന ആധ്യാത്മിക പ്രേരണയനുസരിച്ച് യോഹന്നാൻ്റെ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ ഈ ഒരു കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക, കർത്താവിനോട് ചേർന്നിരിക്കുക എന്ന് വിചാരിച്ച് 24 മണിക്കൂറും നമ്മൾ ദിവ്യാന ആരാധനയുടെ മുമ്പിലിരിക്കണം. അതിന് വിളി കിട്ടിയവരുണ്ട്, അവരിരുന്നോളൂ, സിസ്റ്റേഴ്സും അച്ഛന്മാരോ അല്ലെങ്കിൽ പ്രത്യേക വിളി കിട്ടിയ അൽമായരൊക്കെ ഉണ്ട്. അവർ അങ്ങനെ, ഇത് പൊതുവായിട്ടുള്ളൊരു തത്വമല്ല 24 മണിക്കൂറും ദൈവിക കാര്യങ്ങൾ അല്ലെങ്കിൽ ആരാധനയിലായിരിക്കുക എന്നുള്ളത്. ഓരോരുത്തരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈശോയുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഈശോ, ഇത് ഞാൻ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്താലാണോ അങ്ങേക്ക് ഇഷ്ടം? എല്ലാത്തിനും ഈശോയോട് ആലോചന ചോദിക്കുന്ന, എല്ലാത്തിലും ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്ന ഒരു സ്വഭാവം. നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്.
വിശുദ്ധ യോഹന്നാൻ 15:15 ഇങ്ങനെ പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. അപ്പോൾ ദാസന്മാരെന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ആധ്യാത്മികതയുടെ ബന്ധം ഇങ്ങനെയാണ്. നമ്മൾ ഈശോ പറയുന്നത് ചെയ്യുന്നു. ഈശോ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ സഭയിൽ ഒരു പ്രബോധനമുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വികാരിച്ചും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിന് പോയപ്പോൾ നമുക്കൊരു ഉപദേശം കിട്ടി, ഇങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മളതൊരു അടിമയെപ്പലങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിമ എന്ന് പറഞ്ഞാൽ തനി അടിമത്വമല്ല, പക്ഷേ പിന്നെ അതിനപ്പുറത്തേക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ, ഈശോ ഞാൻ എങ്ങനെ ഇത് ചെയ്യണം, അങ്ങനത്തെ ഒരു ആധ്യാത്മിക ആഴപ്പെടലില്ലാതെ, ഒരു സൗഹൃദമില്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മിക ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആധ്യാത്മിക വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ആധ്യാത്മികമായ അഭ്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എക്സസൈസസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് എന്താ, നമ്മൾക്ക് ഈ ഒരു കൃപയുടെ, സ്നേഹത്തിൻ്റെ കൃപയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വളരുന്നില്ല. പക്ഷേ ഇവിടെ ഈശോ പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, മറിച്ച് എന്താ വിളിക്കുന്നത്? എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. കാരണം എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. അപ്പോൾ നോക്കിയേ, സ്നേഹബന്ധം ഇതാണ്. ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സ്നേഹബന്ധം. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയുമായിട്ട് സ്നേഹത്തിലാണെങ്കിൽ നമ്മൾ അതിന് എത്രയോ മൂല്യം കൊടുക്കുന്നു. അവരുടെ മനസ്സറിയാൻ നമുക്ക് പറ്റുന്നു, അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ഭർത്താവിന് എന്തു വേണമെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഇഷ്ടം, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഇഷ്ടം, എങ്ങനെ അലക്കുന്നത്, എങ്ങനെ തേക്കുന്നത്, എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എവിടെ പോകുന്നത്, ഇതെല്ലാം അവൾക്ക് മനസ്സിലാകുക. നേരെ തിരിച്ച് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിന് ഭാര്യയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക. അവൾക്ക് ഏത് നിറമാണ് ഇഷ്ടം, അവൾക്ക് ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ഇഷ്ടം. അപ്പോൾ നോക്കിയേ, വസ്ത്രം, ഞാൻ ബാഹ്യമായ ചില കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ, അവരുടെ ആന്തരികമായ കാര്യങ്ങളിൽ പോലും ഇവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. സ്നേഹബന്ധം അതാ. കാരണം അവരൊന്നും മറച്ചു വെക്കാതെ അവരുടെ ഹൃദയത്തിലുള്ളത് മറ്റേയാളെ അറിയിക്കുക. എല്ലാം വാക്കാൽ പറഞ്ഞ് അറിയിക്കുന്നതായിരിക്കണമെന്നില്ല, പക്ഷേ ഈ സ്നേഹബന്ധത്തിൻ്റെ ഒരു ഇൻറ്റിമസിയുടെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുകളുണ്ട്, ആശയത്തിൻ്റെയും വികാരത്തിൻ്റെയും ഒരു കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ഈ കൊടുക്കൽ വാങ്ങലുകളിൽ വെച്ച് പരസ്പരം അവരറിയുക. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് ഒന്നും മറച്ചു വയ്ക്കുന്നില്ല, എല്ലാം ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാം എൻ്റെ ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് പോലെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുകയാണ്, ഞാൻ നിങ്ങളുമായിട്ട് ഇടപഴകുകയാണ്. അപ്പോൾ ദൈവം മനുഷ്യൻ എന്നൊരു വ്യത്യാസമില്ലാതെ ദൈവം മനുഷ്യനായി വന്നത് തന്നെ ഈ ഇൻറ്റിമസിയുടെ ഒരു ഭാഗമാണ്. ദൈവം മനുഷ്യൻ എന്ന ഒരു അകലമുണ്ടാകാതിരിക്കാൻ, ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ദൈവം സ്വർഗം ഭൂമി എന്നൊരു അകലമുണ്ടാകാതിരിക്കാൻ ദൈവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറി. ദൈവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ കീറിയപ്പോൾ സ്വർഗവും ഭൂമിയും തമ്മിൽ, ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ഇൻറ്റിമസി പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയ സഹോദരൻ, ഇതാണ് ഈശോ ആഗ്രഹിക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മളുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് എപ്പോഴും ഈ ഇൻറ്റിമസിയിൽ നിന്ന് വളരുന്നതായിരിക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്ന കാര്യം. അബ്രാഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയെ, അബ്രാഹം ദൈവവുമായിട്ട് ഇങ്ങനെ ഒരു ഇൻറ്റിമസിയിലേക്ക് വരാൻ കർത്താവായ ദൈവം ആഗ്രഹിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിലാണ് നമ്മൾ കാണുക, അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് സൊദോമിന് നേരെ തിരിച്ചു. വഴിയിലെത്തുന്നവരെ അബ്രാഹാം അവരെ അനുയാത്ര ചെയ്തു. നോക്കി, ഒരു പ്രത്യേക ബന്ധമാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് അവർ നമ്മളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ, ഇപ്പോൾ പിന്നെ വാഹനങ്ങളൊക്കെ ആയതുകൊണ്ട് വാഹനത്തിനകത്ത് കയറി ബൈ പറഞ്ഞങ്ങ് പോവുകയാണ്. കുറച്ചും കൂടെ പുറകോട്ട്, അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് ഡെവലപ്പ് ആകാത്ത, എല്ലായിടത്തും വാഹനങ്ങളില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോൾ ആ റോഡിലേക്ക് എത്തുന്നിടം വരെ, അല്ലെങ്കിൽ കുറച്ച് ദൂരം വരെ അവർ അനുയാത്ര ചെയ്യും, കൂട്ടത്തിൽ ഇങ്ങനെ പോകും. അല്ലെങ്കിൽ വണ്ടി കയറ്റി വിടാൻ വേണ്ടി പോകും, ബസ് കയറ്റി വിടാൻ വേണ്ടി പോകും. അതൊരു സ്നേഹബന്ധത്തിൻ്റെ അടയാളമാണ്. ഒരു വീട്ടിലൊരു സാധനം വിൽക്കാൻ വന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മളത് വേണമെങ്കിൽ വേണം മേടിച്ചു, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അവർക്കുള്ള ഗ്ലാസ് വെള്ളം അവർ ചോദിച്ച് അവർക്ക് കൊടുത്തു, അവർ പോയി. നമ്മൾ നമ്മുടെ മുറിയിലോട്ടും പോയി, അവർ വഴിയിലോട്ടും പോയി. എന്നാൽ നമ്മൾക്ക് ബന്ധമുള്ളൊരു വ്യക്തി വന്നിട്ട് പോകുമ്പോൾ അവരെ നമ്മൾ കൂടെ പോയി അവരെ യാത്രയാക്കുക. അപ്പോൾ കർത്താവ് ആലോചിച്ചു. 17-ാം തിരുവചനം, 17-18 തിരുവചനങ്ങൾ പറയുകയാണ്, കർത്താവ് ആലോചിച്ചു, അബ്രാഹാം മഹത്വം ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവരിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമോ? ഒന്നെങ്കിൽ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അബ്രാഹത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ദൈവത്തിന് തോന്നുന്നില്ല. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ നോക്കിയ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നമ്മളെ അറിയിക്കുക, നമ്മളുടെ മനസ്സ്
ദൈവത്തെ അറിയിക്കുക. അവിടെ ഈ സൗഹൃദമുള്ളവരുടെ ഇടയിൽ ഒരു മറയില്ലാതെ വരിക. അതാണ് ഞാൻ പറഞ്ഞ തിരശ്ശീല കീറി രണ്ടായിട്ട് ഒരു മറയില്ലാത്തൊരു ബന്ധത്തിലേക്ക് വരിക, ഒരു ഭയങ്കരമായ ആഴപ്പെട്ട ഒരനുഭവത്തിലേക്ക്, ആ ഒരു സ്നേഹാനുഭവത്തിലേക്ക് വരിക. ഇതാണ് നമ്മൾ ഈശോയുടെ കാര്യത്തിലും അത് ശിഷ്യന്മാരുടെ കാര്യത്തിലും അതുപോലെ അബ്രാഹത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു സത്യമുണ്ട്. അത് സങ്കീർത്തന പുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്. 25-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കാണ്. ഭയപ്പെടുന്നവരെ പേടിക്കുന്നവർക്കല്ല. ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കുക. ഇതാണ് ദൈവഭയം. ഇവിടെ പറയുകയാണ്, കർത്താവിൻ്റെ സൗഹൃദം ദൈവസ്നേഹം ദൈവഭയമുള്ളവർക്കാണ്. കർത്താവിനെ മാനിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ സൗഹൃദം കിട്ടുക. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കുന്നു. ഉൽപ്പത്തി 17 നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം പറയുന്നുണ്ടല്ലോ, നീ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. അതിൻ്റെ അടുത്ത സെൻറ്റൻസ് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഉൽപ്പത്തി 17-2 മുതൽ, നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും, ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാഹം സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, നീ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിട്ടിരിക്കുക, നമുക്കൊരു കൂട്ടിലേക്ക് വരാം, ഒരു സൗഹൃദത്തിലേക്ക് വരാം. അപ്പോൾ അബ്രാഹം സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ആ ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ്, ഒരു സമർപ്പണം നടത്തുകയാണ്. ഈ സമർപ്പണത്തിൽ നിന്ന് വീണ്ടും പറയുകയാണ്, ഇനിമേൽ 5 മുതൽ തിരുവചനങ്ങൾ ദൈവം പറയുകയാണ്, ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിൻ്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിൻ്റെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഉടമ്പടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറയുക. ഉടമ്പടിയുടെ എന്താണോ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉടമ്പടി അത് മുഴുവൻ വെളിപ്പെടുത്തുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. സങ്കീർത്തനം 25-14 നമ്മൾ കണ്ടത്, കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളവരാണ്, അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. ദാവീദിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ. പ്രിയ സഹോദരങ്ങൾ, നമ്മളെല്ലാവരും ഇങ്ങനെ കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവരായി ജീവിക്കാനുള്ളവരാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. വിശുദ്ധ യാക്കോബ് 4:8 വചനം പറയുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈ ഒരു ചേർന്ന് നിൽപ്പ് വേണം, പരസ്പരം ഒട്ടി നിൽക്കുന്നൊരു ചേർന്ന് നിൽപ്പ്. ഇവിടെ പറയുകയാണ്, സങ്കീർത്തനം വീണ്ടും 73-25 തിരുവചനം, സങ്കീർത്തനം 73-25 പറയുകയാണ്, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം നമുക്ക് സ്നേഹിക്കാൻ, നമുക്ക് ഒരു ആഴപ്പെട്ട ബന്ധത്തിലായിരിക്കാൻ നമ്മുടെ ഈശോയാണുള്ളതെന്നുള്ള തിരിച്ചറിവാണ് നമ്മളുടെ ആധ്യാത്മികതയുടെയും പ്രാർത്ഥനയുടെയും അടിസ്ഥാനം. അതാണ് അതിൻ്റെ രുചി. നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇങ്ങനെ കടന്നു പോയാൽ ധാരാളം വ്യക്തിത്വങ്ങളെ ഇങ്ങനെ ദൈവവുമായിട്ട് ഭയങ്കര ആഴപ്പെട്ട ബന്ധമുണ്ടായിരുന്ന, വളരെ ഇൻറ്റിമേറ്റായിട്ട് ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൽ ചിലരെ നമ്മൾ നോക്കിയാലുണ്ടല്ലോ, അവർ ഈ ഇൻറ്റിമസി നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന കൃപകളും തകർന്നുപോയി. ദൈവവുമായിട്ട് ഇൻറ്റിമസി ഉണ്ടായിരുന്നപ്പോൾ ഒരു ഭയങ്കര അഭിഷേകമുള്ളവരായിരുന്നു. ആ ഇൻറ്റിമസി നഷ്ടപ്പെട്ടത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇവരുടെ കൃപകൾ ചോർന്നു പോകാൻ തുടങ്ങി. ഒരു ഉദാഹരണം പറഞ്ഞാൽ സാംസനെ നോക്കിക്കേ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് നമ്മളത് കാണുക. സാംസൻ്റെ കാര്യത്തിൽ എന്താ നമ്മൾ കാണുന്നത്? അവിടെ ദൈവത്തിൻ്റെ കൃപ വല്ലാതെ ഉണ്ടായിരുന്നൊരു ധാരാളമായി നിറഞ്ഞു കവിഞ്ഞൊരു ന്യായാധിപനായിരുന്നു സാംസൺ. പക്ഷേ എന്താ സംഭവിച്ചത്? സാംസൻ്റെ ഇൻറ്റിമസി, ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി മാറി ഒരു സ്ത്രീയുമായിട്ട് ഇൻറ്റിമസി വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ ബന്ധങ്ങളും വിലപ്പെട്ടതായി വന്നപ്പോൾ, ഈ ലോകത്തിൻ്റെ സ്നേഹത്തിന് ദൈവവുമായിട്ടുള്ള സ്നേഹത്തെക്കാളും വില അവൻ കൊടുത്തപ്പോൾ അതവന് തകർച്ചയായി മാറി. സാംസൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അവനതൊരു ഒരു തകർച്ചയായിട്ട് മാറി. അവസാനം അവൻ തല മുണ്ഡനം ചെയ്യപ്പെട്ട് കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് അടിമവേല ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റോമ 8:7 പറയുകയാണ്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. അപ്പോൾ ലോകത്തിൻ്റെ താല്പര്യങ്ങളെ വിട്ട് ദൈവമായിരിക്കണം നമ്മളുടെ ഏക താല്പര്യം. നമുക്ക് കർത്താവുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിൽ, ഒരു ഇൻറ്റിമസിയിൽ വളരാൻ
പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ഉയർത്തി ദൈവത്തിങ്കിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, വിശുദ്ധരെ മാലാഖമാരെ, ഈ വചനപ്രകാരം ഞങ്ങളുടെ ആത്മാവിനെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.